ഗ്രാമങ്ങളിലാണ് ഇന്ത്യൻ്റെ യഥാർത്ഥ സോൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ആ സോൾ നിങ്ങൾക്ക് ഇഷ്ടമാതിരി കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല? ഒരുപാട് അന്നാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വഴി വെച്ച് കാണുന്ന ഒരാളുടെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നു. പിറ്റേന്ന് രാവിലെ ഒരു 6 മണിയായപ്പോൾ ഒരു ശബ്ദം കേട്ടോ എഴുന്നേക്കുന്നത്. ഇനി മുതൽ ഞാൻ ഹിച്ച് ഹൈക്ക് ചെയ്തിട്ടും അപരിചിതരായ ആളുകളുടെ വീട്ടിൽ താമസിച്ചിട്ടുമാണ് ഇനി മുതൽ എൻ്റെ യാത്രകൾ എന്ന് എപ്പോഴാണ് ഒരു തീരുമാനം എടുത്തത്? ബൈക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ബാധ്യതയാണ്. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പൈസയുണ്ട്, നിങ്ങൾ ബൈക്കിൽ പോകുന്നതുകൊണ്ട് തെറ്റില്ല. അരവിന്ദിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? അതായത് ഉത്തരേന്ത്യയിലെ ആളുകൾ മോശക്കാരാണ്, ബംഗാൾ എവിടെയാണെന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്ത ടീംസാണ് ഈ വിളിക്കുന്നതും ഒക്കെ. യാത്രികൻ ഒരിക്കലും രാഷ്ട്രീയം സംസാരിക്കുന്നില്ല. അയാൾ എന്താണോ കാണുന്നത് അത് അയാൾ പുറത്തേക്ക് വിടുക മാത്രമാണ് ചെയ്യുന്നത്. എന്താണ് യഥാർത്ഥ ഗുജറാത്തിൻ്റെ യാഥാർത്ഥ്യം? ബീഹാറിനെ പറ്റി എന്താണ് അഭിപ്രായം? ഒരു ട്രാവൽ ഇൻഫ്ലുവൻസർ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ ബീഹാറിലോട്ടാണോ പോകുന്നത്, അങ്ങനെയാണെങ്കിൽ പോകണ്ട, പുള്ളി എന്തോ ആരോ കൊല്ലുന്ന എങ്ങാണ്ട് വില്ലേജിൽ പോയപ്പോൾ കണ്ടിട്ട്. അപ്പോൾ പുള്ളി പേടിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇവിടെ ഒരാളെ തട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവ് വായിക്കാൻ വേണ്ടി കോടതി ജഡ്ജി കയറത്തില്ല. കാര്യം ജഡ്ജി കയറി ഉത്തരവ് വായിച്ചാൽ ജഡ്ജി തട്ടും. മണിപ്പൂരിലെ യഥാർത്ഥ പ്രശ്നം എന്താണ്? For the past 10-15 minutes, we've been seeing flashes of light followed by a sound of an explosion. അപ്പോൾ ഇന്ത്യക്കാരെ വെച്ച് തന്നെ അവരൊരു വാർ നടത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ. 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങി. ആ സമയത്തേക്ക് 1 മണിയൊക്കെ ആയപ്പോൾ ഒരു ഭയങ്കര സൗണ്ട്. ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ്. എന്തോ പറ്റിയെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ന്യൂസൊന്നും കണ്ടില്ല, ഇവിടെ ഇന്നലെ ബോംബ് വീണു. സോനാഗച്ച് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റെഡ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പം അതെനിക്ക് അവിടെ ഒരു വിയർഡായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുമുണ്ട്. ഞാൻ ഇങ്ങനെ വരുന്നവരെ ഇവർക്ക് കണ്ടറിയാം, ഇവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സത്യമാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ മറ്റേ ഫ്ലാഷ് ഔട്ടായി പോയി. പിന്നെ ഇങ്ങനെ എന്തോ പുള്ളി പറഞ്ഞു. എന്നിട്ട് പുള്ളി എൻ്റെ തുടയിൽ ഇങ്ങനെ തട്ടിയിട്ട് പുള്ളി അങ്ങ് പോയി. തുടക്കത്തിൽ യാത്ര ചെയ്ത അരവിന്ദും ഈ യാത്രകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന അരവിന്ദും തമ്മിൽ എന്താണ് വ്യത്യാസം?